ഇനി ട്യൂബർക്ലോസിസിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഐസോനിയാസൈഡ്. ഇത് ട്യൂബർക്ലോസിസിന് കൊടുക്കുന്ന ഡ്രഗ്സാണ്. ട്യൂബർക്ലോസിന് ഒരു ഡ്രഗ് അല്ല, മൾട്ടി ഡ്രഗാണ്. ഒന്നോ രണ്ടോ കാറ്റഗറി ഡ്രഗുകൾ കൊടുക്കും. അതിൽ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഐസോനിയാസൈഡ്. ഐസോനിയാസൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സൈഡൽ ഏജന്റ് ആണ്. അതായത് ബാക്ടീരിയനെ കൊന്നുകളയും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ കൊന്നുകളയുന്ന മാരകമായ ശേഷിയുള്ള ഈ ആന്റിബയോട്ടിക്കിന് അതുപോലെ തന്നെ കോൺട്രാ ഇൻഡിക്കേഷനുകളും സൈഡ് എഫക്റ്റുകളും ഇന്റർവെൻഷനും ഉണ്ട്. അതായത് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സാഹചര്യത്തിൽ ഇത് കൊടുക്കരുത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കൊടുക്കണം. അതായത് എപ്പോൾ കൊടുക്കരുത്, ഹെപ്പാറ്റോ ടോക്സിക് ആണ്, ഹൈലി ഹെപ്പാറ്റോ ടോക്സിക് ആണ്. അതായത് ലിവറിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മെഡിസിനുകളിൽ ഒന്നാണ് ഐസോനിയാസൈഡ്. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? അക്യൂട്ട്, അതായത് ക്രോണിക് അല്ല, അക്യൂട്ട് ലിവർ ഡിസീസ് ഉള്ളവർക്ക്, അക്യൂട്ട് ലിവർ ഡിസീസ്, അതായത് ക്രോണിക് അല്ല, അക്യൂട്ട് സ്റ്റേജിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് അലർജി ഉണ്ട്, ഈ മെഡിസിനോട് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിന്റെ മൂർധന്യ അവസ്ഥയിൽ ആള് നിൽക്കുക, അക്യൂട്ടാണ്, അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല. അതാണ്. പിന്നെ ഇത് ശ്രദ്ധിച്ചു കൊടുക്കണം. അതായത് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ളത്, അതായത് കുറച്ച് പഴകിയ ലിവർ ഡിസീസാണ്, അങ്ങനെയുള്ളവർക്ക് അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം, നോക്കണം. അതായത് എപ്പോഴും നമ്മൾ ഹെപ്പാറ്റിക് LFT ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൂടാതെ ആൽക്കഹോളിക് പേഷ്യന്റ് ആയ ആള്, ഹൈലി ആൽക്കഹോളിക്, എപ്പോഴും വെള്ളം അടിക്കുന്ന ആളാണ്, അങ്ങനെയുള്ള ആൾക്കും ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ റീനൽ ഇമ്പയർമെന്റ്, കിഡ്നിയുടെ ഫംഗ്ഷനിലൊക്കെ ഇച്ചിരി കുറവും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള പേഷ്യന്റിനും ഇത് നമ്മൾ ശ്രദ്ധിച്ചേ കൊടുക്കാവൂ. ആൽക്കഹോളിക്കിനും ശ്രദ്ധിച്ചേ കൊടുക്കാവുള്ളൂ, ക്രോണിക് ലിവർ ഡിസീസിനും ശ്രദ്ധിച്ചേ കൊടുക്കാവുള്ളൂ, കാരണം എപ്പോൾ വേണേലും പ്രശ്നം ഉണ്ടാകാം. പിന്നെ ആൽക്കഹോളിക്കും ഐസോനിയാസൈഡും ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോക്സിക് ആണ്, ഹെപ്പാറ്റോ ടോക്സിക് ഉണ്ടാവും, ഭയങ്കര ഗുരുതരമായ പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കാർബമാസെപ്പിനും, അതായത് ആന്റി സൈക്കാട്രിക് ആണ്, ആന്റി ഡിപ്രസന്റ് ആണ്. കാർബമാസെപ്പിനും ഫിനറ്റോയിൻ, അതായത് എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഫിനറ്റോയിനും ഈ രണ്ട് മെഡിസിനുകൾ ഈ ഐസോനിയാസൈഡിന്റെ കൂട്ടത്തിൽ കൊടുത്താലും ഹെപ്പാറ്റിക് ടോക്സിക് ആണ്. മനസ്സിലായോ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് ടോക്സിസിറ്റി ഉണ്ടാവും. പിന്നെ സൈഡ് എഫക്റ്റ്, ഈ മെഡിസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, ഇത് എക്സ്പെക്ടഡ് സൈഡ് എഫക്റ്റ് ആണ്, ഇതൊക്കെ ഉണ്ടാവും. അതായത് ഒന്ന് ഹെപ്പാറ്റോ ടോക്സിക് ആയതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും, അതായത് LFT എല്ലാം കൂടും, എലിവേറ്റഡ് ആവും. പിന്നെ ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാവും, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അൺകോൺഷ്യസ്നെസ്, ടയർഡ്നെസ്, ഗിഡിനെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പേഷ്യന്റ് ഉണ്ടാവും. പിന്നെ വിറ്റാമിൻ B6 അതിന്റെ അബ്സോർപ്ഷനെ ഇത് ഭയങ്കരമായിട്ട് എതിർക്കും. അതുകൊണ്ട് വിറ്റാമിൻ B6 ബോഡിയിൽ എത്തിയാലും അതിന് ബോഡിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് വിറ്റാമിൻ B6 പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ പെരിഫെറൽ ന്യൂറൈറ്റിസ്, അതായത് ചെറിയ പെരിഫറൽ നെർവുകൾക്കൊക്കെ ഡാമേജുകൾ ഉണ്ടാക്കും. ശരീരത്തിന്റെ സ്കിന്നിലെയൊക്കെ പെരിഫറൽ എക്സ്ട്രീമിറ്റിയിലൊക്കെ പെരിഫറൽ നെർവുകൾക്ക്. അപ്പൊ അങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ടിംഗ്ലിങ്, നംനെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പേഷ്യന്റിന് ഉണ്ടാവും. പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും, അതായത് ഗ്ലൂക്കോസിന്റെ ലെവല് ഇത് കഴിച്ചാൽ ഭയങ്കരമായിട്ട് ബോഡിയിൽ കൂടി നിൽക്കും. പിന്നെ വിഷൻ ചേഞ്ചസ്, കാഴ്ചയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇത് കഴിച്ചാൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്റർവെൻഷൻ, ഇങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് അബ്സോർപ്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും. എങ്ങനെയാണ് ഇത് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത്? ഇത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കൊടുക്കേണ്ടത്. അതായത് ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമോ ആണ് ഈ മെഡിസിൻ കൊടുക്കാൻ, ഐസോനിയാസൈഡ് എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. അതുകൂടാതെ ഈ ആന്റാസിഡ് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ മെഡിസിൻ കൊടുത്തിരിക്കണം. ആന്റാസിഡും ഇതുമായിട്ട് പ്രവർത്തിച്ച് ഐസോനിയാസൈഡിന്റെ എഫക്റ്റ് ബോഡിയിൽ കിട്ടാതെ വരും.
ഇതിന്റെ എഫക്റ്റ് കിട്ടാതെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടി ഡ്രഗുകളാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അപ്പം ആ ഡ്രഗുകളുമായിട്ട് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഉള്ള ട്യൂബർക്ലോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ആളിന്റെ കാര്യം തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ശ്രദ്ധിച്ച് കൊടുക്കുന്നത്. ആന്റാസിഡിന്റെ കൂട്ടത്തിൽ കൊടുക്കലില്ല. പിന്നെ സപ്ലൈ വൈറ്റമിൻ B6 നമ്മൾ കൊടുക്കണം. കാരണം പേഷ്യന്റിന്റെ ബോഡിയിൽ ഒരുപാട് കുറഞ്ഞു പോകും, അബ്സോർബ് ചെയ്യാൻ ബോഡിക്ക് പറ്റത്തില്ല. പിന്നെ അവോയ്ഡ് തയാമിൻ കണ്ടെയ്നിങ് ഫുഡ്, അതായത് പ്രോസസ്ഡ് ഫുഡുകൾ, തയാമിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, ചീസുകൾ, ഓൾഡ് ചീസുകൾ, ഇത് സ്റ്റോർഡ് മീറ്റ്, സ്റ്റോർഡ് ഫിഷ്, അങ്ങനെയുള്ള തയാമിൻ കണ്ടെയ്നിങ് ആയുള്ള എല്ലാം വെക്കണം. പിന്നെ നമുക്കറിയാം LFTയും CBCയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം LFT ലിവർ ഫംഗ്ഷന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ CBC നമ്മൾ ചെക്ക് ചെയ്ത്, കാരണം വേരിയേഷനുകൾ, ബ്ലഡിന്റെ പ്രൊഡക്ഷനിൽ വേരിയേഷനുകൾ ഇതിനുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരണം ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മെഡിസിൻ കൂടിയാണ്. അപ്പം CBC നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയതുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെയ്യും. പിന്നെ വിഷ്വൽ ചേഞ്ചസിൽ സാധ്യതയുള്ളതുകൊണ്ട് വിഷ്വൽ ചേഞ്ചസിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ടിംഗ്ലിങ്, നംനെസ്, ബേണിംഗ് സെൻസേഷൻ ഇതൊക്കെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടോയെന്ന് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് ഐസോനിയാസിഡിനെ കുറിച്ച് പറയാനുള്ളത്.